ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് പ്രചാരണം സജീവമാക്കിയിരിക്കുന്നു മുന്നണികൾ. ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കളും രംഗത്തിറങ്ങിയതോടെ പ്രചാരണം ചൂടുപിടിച്ചു. സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയും മണ്ഡലം കൺവെൻഷനുകളും തുടരുകയാണ്. ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള NDA സ്ഥാനാർത്ഥികളുടെ സ്വീകരണവും പൗരപ്രമുഖരെ സന്ദർശിക്കുന്ന പരിപാടികളിലുമാണ്. ആലപ്പുഴയിലെത്തിയ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന് വൻ സ്വീകരണമൊരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. തന്റെ സ്ഥാനാർത്ഥിത്വം CPIM-നെ അങ്കലാപ്പിലാക്കിയെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ആലപ്പുഴയിൽ ഞാൻ സ്ഥാനാർത്ഥിയായതോടുകൂടി ആലപ്പുഴ UDF ജയിച്ചു എന്ന് സംബന്ധിച്ചിട്ടാണല്ലോ ഈ വാദം അവർ പറയുന്നത്. ദേശീയ തലത്തിൽ എല്ലാ മുതിർന്ന നേതാക്കന്മാരും ജയസാധ്യതയുള്ള എല്ലാ നേതാക്കന്മാരെയും രംഗത്തിറക്കുക. ഒറ്റ പ്രയോറിറ്റി ലോക്സഭയിൽ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കുക. ഈ ഉത്തരം ഇതിനകത്ത് മനസ്സിലാക്കാത്തവരല്ല CPM-കാർ. അവർക്കറിയാം രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും BJP-യെ നേരിടാൻ തക്ക കരുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ. അവർ ഓരോ ഇഞ്ചോടിഞ്ചും പോരാടുന്നവരാണ് ഞങ്ങൾ. KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇല്ലായ്മയെയാണ് വ്യക്തമാക്കുന്നതെന്ന് മന്ത്രി P. പ്രസാദ് പ്രതികരിച്ചു. അനായാസേന സഹവേയമാരി ആലപ്പുഴയിൽ വിജയിക്കും എന്നുള്ളത് അത് ഒരു തർക്കവും ആർക്കും വേണ്ട. KC വേണുഗോപാൽ അവിടെ രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ് ഏറ്റവും പരമപ്രധാനമെന്നുള്ളത്. പക്ഷേ അവിടെ ആലപ്പുഴയുടെ മണ്ണിൻ്റെ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എല്ലാം കണക്കിലെടുക്കുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിയും. KC വേണുഗോപാലിന് രാഷ്ട്രീയം ഇല്ല എന്നുള്ളത് കൂടിയാണ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് മനസ്സിലാവുന്നത്. BJP-ക്ക് എതിരായിട്ടുള്ള ഒരു വലിയ ബദൽ ഞങ്ങൾ തീർക്കുമെന്ന് ഒരു ജനതയെ വിശ്വാസത്തിലെടുക്കാൻ പാകത്തിലേക്ക് പ്രവർത്തനത്തെ സജ്ജമാക്കാനും പ്രവർത്തനത്തെ ക്രമീകരിക്കാനും പിന്നാരാനുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നതേയില്ല. കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയത്തെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രചാരണത്തിനായി വടകരയിലേക്ക് പോകുന്ന ഷാഫി പറമ്പിലിന് വൈകാരിക യാത്രയപ്പുമായി പ്രവർത്തകർ. പാലക്കാട്ടെ MLA ഓഫീസിന് മുന്നിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് എത്തിയത്. എന്ത് പറഞ്ഞാലും ഷാഫിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മുതൽ അങ്ങനെയല്ലേ പറയുന്നത്. പാലക്കാട് നിന്ന് പോയത് തന്നെയാണല്ലോ എന്തായാലും. ജയിച്ചു വരും. ഇനി നമ്മളെ എപ്പോഴും കാണുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിലും ഇപ്പം എന്തായാലും നമ്മുടെ നിന്ന് പോയില്ല. ഒരു വീട്ടിലത്തെ ഒരാൾ പോയതല്ലേ. ഷാഫിക്ക് ജയിക്കുന്നുള്ള ഉറപ്പുള്ള കാരണം ഉണ്ടല്ലോ AIC ആ തീരുമാനം എടുത്തത്. ഷാഫിക്ക് എന്തായാലും അവിടെ ജയിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു സഹോദരനും അമ്മമാർക്ക് ഒരു മകനൊക്കെയാണ് നഷ്ടമായത്. ഒത്തിരി വിഷമം. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല. ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു MLA നഷ്ടം, MP കിട്ടണത് വേറെ. ഞങ്ങൾക്ക് ഈ പാലക്കാടിൻ്റെ ഒരു MLA നഷ്ടമാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു സഹിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അല്പസമയത്തിനകം ഷാഫി പറമ്പിൽ വടകരയിലെത്തും. ഞങ്ങളുടെ പ്രതിനിധികൾ ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാലും വടകരയിൽ നിന്ന് മിഥില ബാലനും തത്സമയം വിവരങ്ങളുമായി. ആദ്യം മനീഷ് മഹിപാലിലേക്ക്. മനീഷ്, ആലപ്പുഴയെ സംബന്ധിച്ച് LDF-ന്റെ ഏക സിറ്റിംഗ് സീറ്റാണ്, പാർലമെന്റിൽ ഏക MP ഉള്ള ഇടം. മാത്രമല്ല രാജ്യസഭാ MP എന്നുള്ള ആ സ്ഥാനം വേണ്ട എന്ന് വെച്ചിട്ട് ആലപ്പുഴയിലേക്ക് വരുന്നതിന് KC വേണുഗോപാലിന് CPM-ന്റെ ഭാഗത്തുനിന്ന് വലിയ വിമർശനവുമുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ വലിയ പ്രചാരണം നടത്തേണ്ടതുണ്ട്, ആലപ്പുഴ പിടിച്ചെടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് റോഡ് ഷോയ്ക്ക് തുടക്കമായത്? ദേശീയപാതയൊക്കെ ഒഴിവാക്കി തീരദേശ മേഖലകളിലൂടെയൊക്കെ കടന്നുള്ള റോഡ് ഷോ ഇപ്പോൾ എവിടെ എത്തി? അനുജ, റോഡ് ഷോ ഇപ്പോൾ ആലപ്പുഴ നഗരത്തിൽ മാത്രമാണ് എത്തി നിൽക്കുന്നത്. 4 മണി കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി 7:30 കരുനാഗപ്പള്ളിയിൽ എത്തുമെന്ന് പറഞ്ഞാലും അത് രാത്രി ഏറെ ആകുമെന്ന് ആണ് കരുതുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 66 കേന്ദ്രങ്ങളിലടക്കം തീരദേശ മേഖല, കായൽ, അത്തരത്തിലുള്ള മേഖല, കായലിനോട് അടുത്തിരിക്കുന്ന മേഖല, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് റോഡ് ഷോ കടന്നു പോകുന്നത്. CPIM അല്ലെങ്കിൽ LDF രാഷ്ട്രീയമായി KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പ്രതിരോധിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ രാജ്യസഭ അംഗത്വം നഷ്ടമാകുന്നത് അത് BJP-ക്ക് സഹായമാകുമെന്നുള്ള വലിയ പ്രചരണം, വലിയ വിമർശനം CPM കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രചരണം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ തന്നെ KC വേണുഗോപാൽ അല്ലെങ്കിൽ UDF കോൺഗ്രസ് നേതാക്കൾ അതിനെ ന്യായീകരിക്കുന്നത് ലോക്സഭ ആണ് ഇപ്പോഴത്തെ വലിയ കാര്യം. കോൺഗ്രസിന് ഇപ്പോഴാവശ്യം രാജ്യസഭാ അംഗമല്ല, അത് ലോക്സഭാ അംഗത്വം, ഒരു ലോക്സഭാ അംഗം തന്നെയാണ്. രാഷ്ട്രീയമായി തന്നെ കോൺഗ്രസ് അതിന് മറുപടി നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 സ്ഥാനാർത്ഥികൾ LDF-ന്റെ ആണെങ്കിലും UDF-ന്റെ ആണെങ്കിലും 2 സ്ഥാനാർത്ഥികളെയും ജില്ലയിൽ അല്ലെങ്കിൽ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട പുതുമുഖങ്ങളായ ആളുകളല്ല. വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ BJP കൂടി ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ കൂടി അവതരിപ്പിച്ചതോടെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാഹചര്യം ജില്ലയിൽ എത്തിയിട്ടുണ്ട്. KC
വേണുഗോപാലിൻ്റെ ഒപ്പം 25 വർഷം നിന്ന മണ്ഡലമാണ്. അതായത് 3 തവണ MLA ആയും 2 തവണ MP ആയും അദ്ദേഹം ഈ മണ്ഡലത്തിൽ പല വിധത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഈ തവണ അദ്ദേഹത്തിൻ്റെ വിജയം അത്ര എളുപ്പമായിരിക്കില്ല. ഒപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AM ആരിഫാണ് 20 ആകെ ജയിച്ച LDFിൻ്റെ സ്ഥാനാർത്ഥി എങ്കിൽ പോലും അദ്ദേഹത്തിനും ഇത്തവണ വിജയിക്കണമെങ്കിൽ നല്ല പോലെ താഴെത്തട്ടിലടക്കം CPIഎമ്മിൻ്റെയും LDFിൻ്റെയും വലിയ രീതിയിലുള്ള അധ്വാനം വേണമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്താണെങ്കിലും KC വേണുഗോപാൽ കൂടി മണ്ഡലത്തിലെത്തിയ സാഹചര്യത്തിൽ ചൂട് പിടിച്ച പ്രചരണമാണ് ജില്ലയിലുള്ളത്. അതിൽ ഉപരി മറ്റൊരു കാര്യം, KC വേണുഗോപാലിന് മറ്റ് തിരക്കുകളൊക്കെ തന്നെ ഉള്ളത്. സംഘടനാകാര്യ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കും ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ രാജ്യത്തെ അടക്കമുള്ള തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം 15 ദിവസങ്ങൾ മാത്രമേ പ്രചരണം നടത്തുകയുള്ളൂ. അത് നേരത്തെ തന്നെ അത്തരത്തിലുള്ള ചാർട്ട് തയ്യാറാക്കി എവിടെയൊക്കെ പോകണം, ആരെയൊക്കെ കാണാം, ഏതൊക്കെ മേഖലയിൽ എത്ര സമയം വിനിയോഗിക്കണം എന്നുള്ള കാര്യം ഇന്ന് അതിനുള്ള തീരുമാനമുണ്ടാകും. നാളെ രാവിലെ അദ്ദേഹം വയനാട്ടിലേക്ക് പോകും. അങ്ങനെ ആകെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ 14 ദിവസം മാത്രം. അതിൽ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ പ്രചാരണവുമായി ബന്ധപ്പെട്ട് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതിൽ വലിയ ആരോപണം ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ തുടക്കം മുതൽ ഉയർന്നു കേൾക്കുന്നതാണ്. അതിൽ തെളിവുകളുമായി വരാനുള്ള വെല്ലുവിളി ഇന്നലെ പത്മജ വേണുഗോപാൽ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു, ഉയർത്തുന്നത് നമ്മൾ കണ്ടു. ലോക്നാഥ് ബെഹ്റയാകട്ടെ ഈ ആരോപണം പൂർണ്ണമായി തള്ളുന്നു. എന്നാൽ വീണ്ടും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ ആരോപണം ശരിയാണ് എന്ന് പറയുകയും അത് ആവർത്തിക്കുകയും ചെയ്യുന്ന കാഴ്ചയല്ലേ കാണുന്നത്? അങ്ങനെ ആ തരത്തിലേക്ക് കൂടി ആ വിവാദം ചൂടുപിടിക്കുകയല്ലേ പ്രചാരണ രംഗത്ത്? മനീഷ്, എല്ലാ മണ്ഡലത്തിലും പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശനം ചൂടുപിടിച്ചൊരു പ്രചരണമായി മാറുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി MM ഹസൻ കൂടി ലോക്നാഥ് ബെഹ്റയാണ് ഇത്തരത്തിലൊരു പാലമായി നിന്നുകൊണ്ട് പത്മജ വേണുഗോപാലിനെ BJPയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതെന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് കണ്ണൂർ സ്ഥാനാർത്ഥി K സുധാകരൻ, KC വേണുഗോപാൽ അടക്കമുള്ള എല്ലാ നേതാക്കളും പത്മജയുടെ ഈ ഒരു മാറ്റത്തെ ഈ രീതിയിൽ രാഷ്ട്രീയപരമായി വിമർശിക്കുന്നത് അത് ലോക്നാഥ് ബെഹ്റയിലേക്ക് കൂടെയാണ്. പക്ഷേ അത് ചെന്ന് കൊള്ളുന്നത് CPIഎമ്മിലേക്ക് തന്നെയാണ്. നിലവിൽ മുഹമ്മദ് റിയാസിൻ്റെ അടക്കമുള്ള പ്രതികരണം എത്തിയിട്ടുണ്ട്. ആ തരത്തിൽ പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. എന്താണെങ്കിലും കോൺഗ്രസിൽ നിന്നും ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. പാർട്ടി തന്നെ പരിശോധിക്കണം എന്ന കാര്യം CPIഎം ഈ വിഷയത്തിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതിൻ്റെ ക്ഷീണം ഒരു തരത്തിൽ CPIഎമ്മിലേക്ക് കൂടെ എത്തിക്കുന്നതാണ്. ലോക്നാഥ് ബെഹ്റയിലേക്ക് കൂടി ആരോപണം എത്തിക്കുന്നതിനുള്ള UDFിൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ശ്രമം. ആ തരത്തിലേക്ക് ആ വിവാദം ആ തരത്തിലേക്ക് കൂടി ചൂടുപിടിക്കുന്നുണ്ട്. വാക്പോര് തുടരുകയാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ വടകരയിലേക്ക് പോകുന്നു. മിഥില ബാലൻ തത്സമയമുണ്ട്. മിഥില, വടകരയിൽ കനത്തൊരു പോരാട്ടം നടക്കാൻ പോകുന്നു എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അപ്രതീക്ഷിതമായ നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് താനും. എപ്പോഴാണ് ഷാഫി പറമ്പിൽ അങ്ങോട്ടേക്ക് എത്തുക? ഏത് തരത്തിലുള്ള പ്രചാരണം ഇന്നിപ്പോൾ തുടക്കമിടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അനുജ ചോദിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് വടകര. അറിയാം, നമുക്ക് അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയെ മാറ്റി. ഇപ്പോൾ ഷാഫിക്ക് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. അല്പസമയത്തിനകം ഷാഫി ഇങ്ങോട്ടെത്തും. ഷാഫിക്ക് സ്വീകരണം നൽകാനായി ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും എല്ലാം നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് തീർച്ചയായും അത് ഗംഭീരമായ സ്വീകരണമാണ്. ഷാഫി പറമ്പിൽ നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കും. ഇവിടെ ജയിക്കും. 1 ലക്ഷം വോട്ടിന് ജയിക്കും. ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു, ജയിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. ഭൂരിപക്ഷത്തോട് ജയിക്കും. ഒരു സംശയം ജയിപ്പിക്കാൻ മാത്രമാണ് ഞങ്ങൾ ഇവിടെ സ്വീകരിക്കാൻ മാത്രമല്ല, വടകരയിലും മണ്ണിൽ നിന്നും പാർലമെന്റിലേക്ക് പോകുന്ന ഒരു MP ഷാഫി പറമ്പിലായിരിക്കും. അതിന് തീർച്ചയായും ഇതാണ് പ്രവർത്തകരുടെ ഒരു ആവേശം. ഇപ്പോൾ ഞാനുള്ളത് പുതിയ ബസ് സ്റ്റാൻഡിലാണ്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും റോഡ് ഷോ ആയി കോട്ടപ്പറമ്പിലാണ് ഈ ഒരു കൺവെൻഷൻ നടക്കുന്നത്. കോട്ടപ്പറമ്പിലാണ് സ്വീകരണം, ഈ കൺവെൻഷൻ പരിപാടി. കൺവെൻഷനിൽ PK കുഞ്ഞാലിക്കുട്ടിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. അന്ന് മുരളീധരൻ ഇവിടെ മത്സരിക്കാൻ എത്തിയപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനിൽ എത്തരത്തിലുള്ള ഒരു സ്വീകരണമാണോ കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ളത്? സമാനമായ രീതിയിൽ കൂടുതൽ KSU പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം തന്നെ UDFിന്റെ പ്രവർത്തകരും എല്ലാം തന്നെ ഈ വടകര പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും റോഡ് ഷോ ആയിട്ടാണ് ഷാഫിയെ സ്വീകരിച്ച് ആനയിച്ച് ഈ കൺവെൻഷൻ നടക്കുന്ന കോട്ടപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. ബാൻഡ് മേളങ്ങളുണ്ട്. അത്തരത്തിൽ വലിയ ആവേശത്തോടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു മത്സരം നടക്കുന്ന, കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. അവസാന നിമിഷം അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥി
കെ മുരളീധരൻ നേരത്തെ തീരുമാനിച്ചിരുന്ന സ്ഥാനാർത്ഥി വടകരയിലേക്ക് പോകുന്നു. ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് ഇങ്ങോട്ടെത്തുന്നു. മാത്രമല്ല 2 MLA-മാർ തമ്മിലുള്ള ഒരു മത്സരം എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. കെ ശൈലജയും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും ഏറ്റുമുട്ടുന്നു. മറുഭാഗത്ത് യുവമോർച്ചയുടെ കരുത്തനായ നേതാവ് പ്രൊഫസർ കൃഷ്ണയുമുണ്ട്. അത്തരത്തിൽ കെ ശൈലജയുടെ പ്രചാരണം വളരെ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിൽ അല്പസമയത്തിനകം വടകരയിലേക്ക് എത്തും. അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് റോഡ് ഷോ ആയി ആണ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങുന്നത്. അതിനുശേഷം മണ്ഡലം കൺവെൻഷൻ നടക്കുന്ന ഇടത്തേക്ക് പോകും. ഇപ്പോൾ ഒട്ടേറെ പ്രവർത്തകരെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. വൻ സ്വീകരണം ഒരുക്കാൻ കാത്തിരിക്കുകയാണ് പ്രവർത്തകർ.